നമസ്കാരം. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുകയാണ്. ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം തൊട്ടെന്ന റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. NDRFന്റെ 8 ടീമുകൾ കേരളത്തിലെത്തി. മുന്നൊരുക്കങ്ങൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചെന്നും നാവിക വ്യോമസേനകൾ സജ്ജമെന്നും മുഖ്യമന്ത്രി. 175 കുടുംബങ്ങളിലെ 690 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ശബരിമല തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ഇങ്ങനെ 7 ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഭയാശങ്ക വേണ്ടതില്ല. അസാധാരണമായ ചുഴലിക്കാറ്റ് രൂപീകരണം ആണ് എന്നതുകൊണ്ട് തന്നെ കൃത്യമായ സഞ്ചാരപഥത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത അടുത്ത മണിക്കൂറുകളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രത സംസ്ഥാനത്ത് ആവശ്യമാണ്. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ബുറേവി കേരളത്തിൽ പ്രവേശിക്കുന്നത് ഗുരുതര സാഹചര്യമുണ്ടാക്കുമെന്ന് ദുരന്ത നിവാരണ കമ്മീഷണർ ഡോക്ടർ എ കൌശികൻ. തെക്കൻ കേരളത്തിൽ കൂടുതൽ ജാഗ്രത വേണം. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത നാളെ രാവിലെയോടെ കൂടുതൽ വ്യക്തമാകുമെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. സിറ്റുവേഷൻ ഒരു ഡൈനാമിക് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സൗത്ത് ട്രിവാൻഡ്രം, അതായത് ട്രിവാൻഡ്രം ജില്ലയുടെ തെക്കൻ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ഐ ഓഫ് ദ സ്റ്റോം അതിന് കടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. ഒരു 4-ാം തീയതിയോടുകൂടി നമുക്ക് ഇത് നമ്മുടെ സദേൺ, നമ്മൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ സദേൺ ഭാഗത്തിലൂടെ ഈ ഐ ഓഫ് ദ സ്റ്റോം കടന്നു പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. NDRFയുടെ ഒരു ടീം നമ്മൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ എവിടെയാണ് ലോക്കലായിട്ട് ഡിപ്ലോയ് ചെയ്യണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആയ ജില്ലാ കളക്ടറാണ് അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള തീരുമാനം ജില്ലാ കളക്ടർ കൈക്കൊള്ളുന്നതായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയതായി കളക്ടർ നവ്ജോത് ഖോസെ അറിയിച്ചു. ആദ്യ പ്രിവെന്റീവ് സ്ട്രാറ്റജിനെ സംബന്ധിച്ച് നമ്മൾ തിങ്കളാഴ്ച മുതൽ അൺടിൽ ഫർദർ ഓർഡേഴ്സ് പൂർണ്ണമായ രീതിയിൽ ഫിഷിംഗ് ബാൻ ചെയ്തതാണ്. കുറച്ച് ആൾക്കാർ ഓൾറെഡി തിങ്കളാഴ്ച, ഞായറാഴ്ച സീയിന്, ബീച്ചിന്, കടലിന് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ സിസ്റ്റം വഴി അവർക്ക് എല്ലാ അലേർട്ട് കൊടുത്തതാണ്. ഇന്നലെ രാത്രി വരെ കിട്ടിയ കണക്കനുസരിച്ച് മുഴുവൻ ആൾക്കാർ തിരിച്ച് വന്നതാണ്. ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരായ അവകാശ ലംഘന പരാതി നിയമസഭാ പ്രിവിലേജസ് കമ്മിറ്റിക്ക് ഉടൻ വിശദീകരണം തേടും. CAG റിപ്പോർട്ട് ചോർത്തിയെന്ന പരാതിയിൽ വസ്തുതകൾ ഉണ്ടെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. ഈ സമിതിയുടെ മുമ്പാകെ പരിശോധിക്കപ്പെടേണ്ട ചില വസ്തുതകൾ ഈ പരാതിയിലും പരാതിക്ക് നൽകിയ വിശദീകരണത്തിലുമുണ്ട് എന്നാണ് പ്രാഥമികമായ നിഗമനം. പരാതി വസ്തുതാപരമായ ചില കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പരാതിക്ക് നൽകിയ വിശദീകരണത്തിലും ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്പീക്കറുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ധനമന്ത്രി. ശിക്ഷ വിധിക്കുന്ന കോടതിയല്ല എത്തിക്സ് കമ്മിറ്റി. CAG നടപടികൾ ചട്ടപ്രകാരമല്ലെന്നും എത്തിക്സ് കമ്മിറ്റിയിൽ ഹാജരാകുമെന്നും ഡോക്ടർ TM തോമസ് ഐസക്. നിയമസഭാ കമ്മിറ്റി എന്ന് പറയുന്നത് സഭയുടെ ചുരുങ്ങിയ രൂപമാണ്. വിശദീകരിക്കുന്നതിന് അവസരം ലഭിക്കുന്നത് ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് കരുതുന്ന പോലെ കുറ്റം കണ്ടു കഴിഞ്ഞു, തെളിവ് കിട്ടിക്കഴിഞ്ഞു, ശിക്ഷ വിധിക്കാനുള്ള കോടതിയൊന്നുമല്ല പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി. നിയമസഭയിൽ വെക്കുന്നതിന് വേണ്ടി AG ഫോർവേഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ചട്ടപ്രകാരമല്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് നിയമസഭയുടെ മുമ്പിൽ പറയുന്നതിന് എന്തവകാശം ആർക്കാ ഉള്ളത്? TM തോമസ് ഐസക് ധനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭയുടെ അവകാശങ്ങൾ തോമസ് ഐസക് ലംഘിച്ചുവെന്ന് സ്പീക്കർക്കും ബോധ്യമായി. ഒഫീഷ്യൽ സീക്രട്ട് ആക്ടാണ് മന്ത്രി ലംഘിച്ചതെന്നും പ്രതിപക്ഷ നേതാവ്. കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് ഒരു നിമിഷം അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല.
അദ്ദേഹം രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത്. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തുന്ന എല്ലാ നടപടിക്രമങ്ങളും രഹസ്യമുള്ളതാണ്. നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുമ്പോൾ മാത്രമേ ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആവുകയുള്ളൂ. അതുവരെ ഇത് രഹസ്യമുള്ള അതീവ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള ഒരു രേഖയാണ്. അതാണ് തോമസ് ഐസക്ക് ഇത് പുറത്തുവിട്ടത്. ധനമന്ത്രിയുടെ രാജ്യാവശ്യവുമായി BJPയും രംഗത്തെത്തി. ഒരു മന്ത്രിയെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന സത്യപ്രതിജ്ഞ വാചകത്തിൻ്റെ ലംഘനമാണ്. നമ്മുടെ ഭരണഘടനയോടുള്ള അങ്ങേയറ്റത്തെ അനാദരവാണ് ശ്രീ തോമസ് ഐസക് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ശ്രീ തോമസ് ഐസക്കിന് കണ്ടകശനിയാണ്. അപ്പോൾ പാർട്ടിയും നിയമസഭാ സ്പീക്കറും സഭയുടെ തലവൻ എന്നുള്ള നിലയിൽ സ്പീക്കറും തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആത്മാഭിമാനം എന്നൊന്ന് അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രിക്കെതിരായ അവകാശ ലംഘന നോട്ടീസിൽ തുടർ നടപടി ഉണ്ടാകുന്നത്. KSFE വിവാദത്തിൽ ധനമന്ത്രിക്ക് തടയിട്ട് CPIM. ഇന്ന് കൂടുതൽ നേതാക്കൾ ധനമന്ത്രിയെ പരസ്യമായി തള്ളി രംഗത്തെത്തി. വിവാദം അടഞ്ഞ അധ്യായമാണെന്നും ഇനി ചർച്ചയില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. ആ പ്രസ്താവനയുടെ ഉള്ളടക്കത്തിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ അതിന് പലതരം വ്യാഖ്യാനങ്ങളും മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അതിന് നമ്മൾ വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. വിവാദമൊന്നുമില്ല. ഒരു കാര്യം ഉണ്ടായി, അത് സംബന്ധിച്ച് നമ്മൾ പാർട്ടി അതിൻ്റെ നിലപാട് വ്യക്തമാക്കി, അവിടെ അവസാനിച്ചു. സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് പാർട്ടി എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു വ്യാഖ്യാനത്തിന് പ്രസക്തിയില്ല. പരിശോധന മന്ത്രി അറിയേണ്ട കാര്യമില്ലെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. പരിശോധനയ്ക്ക് മന്ത്രിയുടെ അനുമതി തേടുന്നത് UDFന്റെയും BJPയുടെയും ശൈലിയെന്നും MA ബേബി. LDFന്റെ കാലത്ത് ഓരോ ഉദ്യോഗസ്ഥരും അവരുടെ അവകാശവും സ്വാതന്ത്ര്യവും ചുമതലയും അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് വരില്ല. അതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഞാൻ അറിഞ്ഞിട്ട് നടക്കും. അത് ശരിയാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞത് കറക്റ്റാണ്. ഇതെല്ലാം തങ്ങളുടെ രാഷ്ട്രീയമായ പരിഗണനകൾ വെച്ച് കൈകാര്യം ചെയ്യാനാണ് UDF ഭരണത്തിൽ ശ്രമിക്കുക. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികളെ മുഴുവൻ ഇങ്ങോട്ട് തുറന്നു വിട്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സമീപനവും ഇതാണ്. CPIM നേതൃത്വത്തിന് പിന്നാലെ ധനമന്ത്രി TM തോമസ് ഐസക്കിനെ തള്ളി CPI രംഗത്തെത്തി. KSFEയിലെ പരിശോധന സാധാരണമാണെന്നും ധനമന്ത്രി പരസ്യ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. കേരളത്തിൽ 130 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അവിടെ നടക്കാറുണ്ട് സാധാരണ. അത്തരം സന്ദർഭത്തിൽ മന്ത്രി വേണമെന്ന് റിയാക്ട് ചെയ്യാറില്ല. ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെയർമാനോ MDയോ ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നത് ഇതൊരു വലിയ പ്രശ്നമാകുകയില്ലായിരുന്നു. പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാട് അംഗീകരിക്കുന്നുവെന്നായിരുന്നു ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഇതൊക്കെ പാർട്ടിയുടെ അപ്പുറം ആരെങ്കിലും ഉണ്ട്. പാർട്ടി ചെയ്ത തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരാള് കൂടി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ കൂടുതൽ വല്ല ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. പറയൂ. കാർഷിക നിയമത്തിനെതിരായ കർഷക പ്രക്ഷോഭം 7ാം ദിനത്തിൽ. അസ്വീകാര്യ വ്യവസ്ഥകൾ വ്യക്തമാക്കി കർഷക സംഘടനകൾ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. താങ്ങുവിലയിൽ മാത്രം ഉറപ്പ് ലഭിച്ചാൽ പോരെന്ന നിലപാടിൽ കർഷകർ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം. നിയമങ്ങൾ പിൻവലിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നും കിസാൻ മുക്തി മോർച്ച. हमारी डिमांड है कि केंद्र गवर्नमेंट स्पेशल पार्लियामेंट सेशन बुला के इन 3 कानूनों को रिपील करे, रद्द करे. सरकार की मर्जी है कि हमारी बात माने. अगर नहीं मानेंगी तो ये आंदोलन जो उनको हमने बताया है कि हमारा आंदोलन ऐसे ही जारी रहेगा. സമരം തീർക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച ചർച്ച നാളെ. ശനിയാഴ്ച രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം. സമരത്തെ പിന്തുണച്ച് NDA സഖ്യകക്ഷി JJP.
സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. കള്ളപ്പണം സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എം ശിവശങ്കർ ലോക്കർ തുറന്നത്. ലോക്കറിൽ ഉണ്ടായിരുന്ന 1 കോടി രൂപ എം ശിവശങ്കറിനുള്ള കമ്മീഷനാണെന്നും സത്യവാങ്മൂലം. സമർപ്പിച്ചത് 102 പേജുള്ള സത്യവാങ്മൂലം. ഇഡിക്ക് കേസെടുക്കാൻ കഴിയില്ലെന്നും സ്വർണ്ണക്കടത്തിൽ നിന്നും കേസ് മറ്റ് തലങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയാണെന്നും എം ശിവശങ്കർ. കേസ് ഈ മാസം 8-ന് വീണ്ടും പരിഗണിക്കും. എം ശിവശങ്കറിനെ ഡോളർ കടത്ത് കേസിൽ പ്രതി ചേർത്ത് കസ്റ്റംസ്. കേസിൽ എം ശിവശങ്കർ 4ാം പ്രതി. സ്വപ്നയുടെയും സരിത്തിന്റെയും സഹായത്തോടെ കോടിക്കണക്കിന് രൂപ എം ശിവശങ്കർ വിദേശത്തേക്ക് കടത്തിയെന്ന് കസ്റ്റംസ്. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ പ്രതി ചേർക്കാൻ NIA നീക്കം തുടങ്ങി. UAPA ചുമത്താൻ ശ്രമം. തുടർ നടപടികൾ കസ്റ്റംസിന്റെ അന്വേഷണ പുരോഗതി അറിഞ്ഞ ശേഷം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും രഹസ്യമൊഴി എറണാകുളം ACJM കോടതിയിൽ രേഖപ്പെടുത്തി. നടപടി കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസിന്റെ ആവശ്യപ്രകാരം അതീവ രഹസ്യമായി പ്രതികളെ കോടതിയിൽ എത്തിക്കുകയായിരുന്നു. നീക്കം കസ്റ്റംസിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിന് പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ടെന്ന് കോടതിയുടെ നിരീക്ഷണം പുറത്തുവന്നിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയും നൽകി കസ്റ്റംസ്. സംസ്ഥാനത്ത് ഇന്ന് 6316 പേർക്ക് കോവിഡ്. 5539 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 634 പേരുടെ ഉറവിടം വ്യക്തമല്ല. 28 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 45 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചതായും മുഖ്യമന്ത്രി. 6316 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 28 പേരാണ് മരണമടഞ്ഞത്. 61455 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 5539 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 634 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 45 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. രാജ്യത്ത് 36,604 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ചവരുടെ എണ്ണം 95 ലക്ഷം കടന്നു. 501 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രോഗമുക്തി നിരക്ക് 93.03%. ഫൈസർ ബയോഎൻടെക് വാക്സിൻ പൂർണ്ണ തോതിൽ ഉപയോഗിക്കാൻ അനുമതി നൽകി ബ്രിട്ടൻ. അടുത്തയാഴ്ച മുതൽ വാക്സിൻ ഉപയോഗിച്ചു തുടങ്ങുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ. ജനങ്ങളിൽ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ആദ്യ രാജ്യമായി. ആദ്യം ഏതു വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകണമെന്ന് വാക്സിൻ കമ്മിറ്റി തീരുമാനിക്കും. ചരിത്ര നിമിഷമെന്ന് ഫൈസർ CEO ആൽബർട്ട് ബൗർല. കോവിഡ് കാലത്ത് ചെലവ് ചുരുക്കാനുള്ള ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്ക് വില കൽപ്പിക്കാതെ ആഭ്യന്തര വകുപ്പ്. 1 വർഷത്തേക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങരുതെന്ന ഉത്തരവ് ലംഘിച്ചു. വിജിലൻസിന് 13 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സർക്കാരിന്റെ അനുമതി. അനുവദിച്ചത് 71 ലക്ഷം രൂപ. ധനവകുപ്പ് ഉത്തരവിറക്കിയത് വിവിധ സമിതികളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചു. വൻകിട കമ്പനികൾക്ക് പെർമിറ്റില്ലാതെ ഏത് റൂട്ടിലും ബസ് സർവീസ് നടത്താമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഗതാഗത നിയമം മോട്ടോർ വാഹന വ്യവസായത്തെ തകർക്കുമെന്ന് വിമർശനം. ഉത്തരവ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. KSRTCക്കുള്ള മരണമണിയാണ് നിയമമെന്നും മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും ഗതാഗത മന്ത്രി. ഒരു ഫ്ലീറ്റ് ഓണർ എന്ന് പറയാൻ കേരളത്തിൽ ആകെയുള്ളത് KSRTC മാത്രമാണ്. KSRTCക്കും ഈ റൂട്ടുകളിലൊക്കെ ലക്ഷറി സർവീസുകൾ യഥേഷ്ടം ഓടാൻ തുടങ്ങിയാൽ KSRTCയുടെ മരണമണി മുഴങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനാണ് കേരളം ആലോചിക്കുന്നത്. 4-ാം തീയതി ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പ് KSRTC ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വെള്ളിയാഴ്ച ചേരും. വിവാദ പദ്ധതിയുമായി വീണ്ടും DGP ലോക്നാഥ് ബെഹ്റ. CAG റിപ്പോർട്ടിനെ തുടർന്ന് നിലച്ച സിംസ് പദ്ധതി വീണ്ടും തുടങ്ങാൻ നീക്കം. സഹകരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ വകുപ്പ് രജിസ്ട്രാർക്ക് ലോക്നാഥ് ബെഹ്റയുടെ കത്ത്. സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം.
പദ്ധതി നടപ്പിലായാൽ സ്വകാര്യ കമ്പനിയായ ഗാലക്സോണിന് ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാകും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് പോലീസ് ആസ്ഥാനത്തിരുന്ന് നിരീക്ഷിക്കുന്ന പദ്ധതിയായിരുന്നു സിംസ്. വ്യാപകമായ അഴിമതിയുടെ ഉദാഹരണമാണ് DGPയുടെ നീക്കമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. 2017 തന്നെ ഇത് നടപ്പിലാക്കാൻ ശ്രമം നടക്കേണ്ടായി. പക്ഷെ വിവാദമായപ്പോഴാണ് അത് നിർത്തിവെച്ചത്. ഇപ്പോൾ എന്തുണ്ടായി? ഇപ്പോൾ സാക്ഷാൽ DGP തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് രജിസ്ട്രാർമാർക്ക് അദ്ദേഹം സർക്കാർ കൂടെ ഈ സംവിധാനവുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ അഴിമതിയുടെ മികച്ച ഉദാഹരണങ്ങളായിട്ട് മാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ. പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ കേസ് ഡയറി ക്രൈംബ്രാഞ്ച് CBIക്ക് കൈമാറി. CBI അന്വേഷണത്തിന് എതിരായ സർക്കാർ അപ്പീൽ സുപ്രീം കോടതി തള്ളിയതിനു പിന്നാലെയാണ് നടപടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പിന്നാലെ ഡിവിഷൻ ബെഞ്ചും കേസ് CBI അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടിട്ടും പോലീസ് CBIയോട് സമ്പൂർണ്ണ നിസ്സഹകരണമാണ് കാണിച്ചിരുന്നത്. DGPക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കുമായി 4 തവണ CBI കേസ് രേഖകൾ തേടി കത്ത് നൽകിയിട്ടും കേസ് ഡയറിയോ അനുബന്ധ രേഖകളോ പോലീസ് നൽകിയിരുന്നില്ല. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ഈ മാസം 9 മാറ്റി. കോടതി മാറ്റത്തിന് സുപ്രീം കോടതി അപ്പീൽ ഫയൽ ചെയ്തതായി പ്രോസിക്യൂഷൻ വിചാരണ കോടതി അറിയിച്ചു. കേസിലെ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനമറിയിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ വിചാരണ കോടതിയോട് ഇടഞ്ഞ് പ്രോസിക്യൂട്ടർ രാജിവെച്ചിരുന്നു. വിചാരണ കോടതി മാറ്റണമെന്ന പരാതിക്കാരുടെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയായിരുന്നു രാജി. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് റിമാൻഡിൽ തുടരും. റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. വീഡിയോ കോളിലൂടെ VK ഇബ്രാഹിം കുഞ്ഞുമായി സംസാരിച്ച ശേഷമാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നടപടി. ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്യുമെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ആശുപത്രിയിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിനോട് VK ഇബ്രാഹിം കുഞ്ഞ് പൂർണ്ണമായി സഹകരിച്ചില്ലെന്ന് വിജിലൻസ്. കരാറുകാർക്ക് മുൻകൂറായി 8.25 കോടി രൂപ നൽകിയത് മന്ത്രിയുടെ അറിവോടെയെന്നും അന്വേഷണ സംഘം. VK ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയ പള്ളികളിൽ തിരികെ പ്രവേശിക്കുമെന്ന് യാക്കോബായ സഭ. ഡിസംബർ 13 52 പള്ളികളിലും യാക്കോബായ സഭാ വിശ്വാസികൾ തിരികെ പ്രവേശിക്കും. ഇടവകാംഗങ്ങളെ പള്ളികളിൽ നിന്ന് പുറത്താക്കരുതെന്ന് സുപ്രീം കോടതി വിധിയിൽ സൂചിപ്പിക്കുന്നുണ്ടെന്നും സഭാ നേതൃത്വം. ഈ മാസം 6 നഷ്ടപ്പെട്ട പള്ളികൾക്ക് മുന്നിൽ സമരം നടത്തുമെന്നും യാക്കോബായ പക്ഷം. രാജ്യത്ത് പാചകവാതക വില 50 രൂപ കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് വില 651 രൂപയാകും. വാണിജ്യ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 55 രൂപ. വാണിജ്യ സിലിണ്ടറിന് വില 1293 രൂപയായി. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാചകവാതക വില വർധന. എണ്ണവില ഈ വിധം തുടർന്നാൽ വില ഇനിയും ഉയർത്തേണ്ടി വരുമെന്ന നിലപാടിൽ എണ്ണ കമ്പനികൾ. 90 രൂപ ഗാർഹിക സിലിണ്ടറിന് വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾ ആദ്യം ശുപാർശ ചെയ്തെങ്കിലും പെട്രോളിയം മന്ത്രാലയം അനുമതി നൽകിയിരുന്നില്ല. തുടർന്നുള്ള ആശയവിനിമയത്തിലാണ് വില വർധന 50 രൂപയാക്കാൻ തീരുമാനിച്ചത്. സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണെന്നും മാധ്യമ പ്രവർത്തനത്തിനല്ല ഹത്രാസിലേക്ക് പോയതെന്നും ആവർത്തിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. കേരള പത്രപ്രവർത്തക യൂണിയൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തെ UP സർക്കാർ എതിർത്തു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തത്. മനുഷ്യാവകാശം നിഷേധിച്ചിട്ടില്ലെന്നും സിദ്ദിഖ് കാപ്പൻ ജാമ്യത്തിന് അർഹനല്ലെന്നും UP സർക്കാർ വ്യക്തമാക്കി. സിദ്ദിഖ് കാപ്പന് വേണ്ടി സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഭാര്യ റൈഹാന സിദ്ദിഖിനെ കക്ഷിയാക്കാൻ സുപ്രീം കോടതി അനുവാദം നൽകി. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തപാൽ വോട്ടെടുപ്പിന് തുടക്കം. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിലെ കോവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും വോട്ട് രേഖപ്പെടുത്താം. ഡിസംബർ 8 തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ സ്പെഷ്യൽ വോട്ടർ പട്ടികയിൽ ഉള്ളവർക്കാണ് പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്യുന്നത്. 29,972 പേരാണ് സ്പെഷ്യൽ വോട്ടർ പട്ടികയിൽ ഇതുവരെ ഉൾപ്പെട്ടത്. വോട്ടെടുപ്പിന് തലേന്നുവരെ തപാൽ വോട്ടിന് സൗകര്യമുണ്ട്. ബാലറ്റ് ലഭിക്കുമ്പോൾ തന്നെ വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് ടീമിന് കൈമാറാം. തെന്മല ഉറുകുന്നിൽ റോഡപകടത്തിൽ 3 പെൺകുട്ടികൾ മരിച്ചു. ഉറുകുന്ന് സ്വദേശികളായ ശ്രുതി, കെസിയ, ശാലിനി എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ടുവന്ന മിനി ലോറി 3 പേരെയും ഇടിക്കുകയായിരുന്നു. ശേഷം ലോറി സമീപത്തെ വയലിലേക്ക് മറിഞ്ഞു. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ലോറിയുടെ നിയന്ത്രണം നഷ്ടമായത്. ശ്രുതി ആശുപത്രിയിൽ എത്തുന്നതിനിടെയും
കെസിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ശ്രുതിയുടെ സഹോദരി ശാലിനിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊല്ലം ഇരവിപുരത്ത് ഭാര്യയ്ക്കും മകൾക്കും നേരെ ആസിഡ് ആക്രമണം. വാളത്തുങ്കൽ സ്വദേശി ജയനാണ് പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് ഭാര്യയും മകളും ബന്ധുക്കളായ കുട്ടികളുമടക്കം 5 പേർക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായത്. മുഖത്ത് പരിക്കേറ്റ ജയന്റെ ഭാര്യയും മകളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ജയന്റെ ഭാര്യ രാജിക്ക് 40% പൊള്ളലേറ്റു. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. സംശയരോഗമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് നാട്ടുകാർ. ഇന്നലെ വൈകിട്ട് രാജി ജോലി ചെയ്യുന്നിടത്തെത്തി ജയൻ വഴക്കുണ്ടാക്കിയിരുന്നു. തീരസുരക്ഷയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ജോയിന്റ് ഓപ്പറേഷനിലൂടെ മറികടക്കുമെന്ന് ദക്ഷിണ നാവികസേന വൈസ് അഡ്മിറൽ AK ചൌള. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് അടുത്ത വർഷം കമ്മീഷൻ ചെയ്തേക്കുമെന്നും ദക്ഷിണ നാവിക കമാൻഡ് മേധാവി അറിയിച്ചു. Board of Inquiry report has not yet been submitted to me, and so I will not like to conjecture on the cause of the accident. It could be a variety of reasons. It could be material failure. It could be an error. It could be a freak, updraft or downdraft that sometimes can catch a glider unawares. So we are hoping that by the end of this month we should be able to get a definitive answer. വന്ദേ ഭാരത് മിഷനിലടക്കം നാവികസേന സജ്ജമായിരുന്നു. കൊച്ചിയിൽ നാവികസേനയുടെ ഗ്ലൈഡർ തകർന്ന് 2 പേർ മരിക്കാനിടയായതിലെ അന്വേഷണ റിപ്പോർട്ട് ഈ മാസം അവസാനം ലഭിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും AK ചൌള. ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകരെ അനുവദിച്ചതിന് ശേഷമുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം 2000-ആയും ശനി ഞായർ ദിവസങ്ങളിൽ 3000-വുമായി വർദ്ധിപ്പിച്ചു. മുൻപ് യഥാക്രമം 1000-ഉം 2000-ഉമായിരുന്നു. പൂർണ്ണമായും ഓൺലൈൻ സംവിധാനം വഴിയാണ് ബുക്കിംഗ്. രാജ്യത്ത് വനിതാ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് അറ്റോർണി ജനറൽ. സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ ജഡ്ജിമാർ നിയമത്തിന് അതീതമായി അഭിപ്രായം പറയുന്ന സാഹചര്യം മുൻനിർത്തിയാണ് നിർദ്ദേശം. സ്ത്രീകൾക്കെതിരായ കേസുകൾ കേൾക്കുന്നതിലടക്കം വനിതാ ജഡ്ജിമാർ ഇടം പിടിച്ചാൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. മധ്യപ്രദേശ് ഹൈക്കോടതി മധുര പലഹാരവും പുതിയ വസ്ത്രങ്ങളും ഇരയുടെ മക്കൾക്ക് വാങ്ങി നൽകാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചതിനെ ചോദ്യം ചെയ്ത് 9 വനിതാ അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാവുകയാണ്. നമസ്കാരം. You are watching 24.